തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ ദുരൂഹമരണത്തിൽ കല്ലറ തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. സബ് കളക്ടർ ആൽഫ്രഡിനാണ് മേൽനോട്ട ചുമതല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം, പോലീസ് ഉൾപ്പെടെയുള്ള സംഘമാണ് അവിടെ എത്തിയിരിക്കുന്നത്. കല്ലറ ഉടൻ തന്നെ പൊളിക്കും. അതിനുശേഷം ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ വലിയ പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കുടുംബാംഗങ്ങളെ വീട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് ഇപ്പോൾ കല്ലറ പൊളിക്കുന്നത്. കല്ലറയുടെ വലിപ്പം ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് പൊളിച്ച് മറ്റ് നടപടികളിലേക്ക് കടക്കുക. അജീഷ് ജയകുമാർ ഒരിക്കൽ കൂടി ചേരുകയാണ്. അജീഷ്, അങ്ങനെ കല്ലറ പൊളിക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം കടക്കുന്നുണ്ട്. ഈ കല്ലറ പൊളിച്ച ശേഷം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടി എന്നുള്ളതാണോ? അങ്ങനെയാണ് നടപടി. അതായത് ഈ കല്ലറ പൊളിച്ച് അതിനകത്ത് മൃതദേഹം ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. അതിനുവേണ്ടിയിട്ടാണ് ഈ പരിശോധന നടത്തുന്നത്. നിലവിൽ മിസ്സിംഗ് കേസ് മാത്രമാണ് പോലീസ് എടുത്തിട്ടുള്ളത്. ഈ മിസ്സിംഗ് കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകളുടെ പരാതിയിൽ ഇങ്ങനെ ഒരു സ്ലാബ്, അതായത് ഒരു സമാധി ഇവിടെ ഉണ്ടെന്നും ഇതിനകത്ത് ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ടെന്നുമായിരുന്നു പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മിസ്സിംഗ് കേസാണ് നിലവിൽ എടുത്തിട്ടുള്ളത്. അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് പോലീസ് ഈ കല്ലറ പരിശോധിക്കുന്നത്. ആദ്യം ഇതിനകത്ത് മൃതദേഹം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ മൃതദേഹം ഉണ്ടെങ്കിൽ പോലീസിന്റെ ഫോറൻസിക് വിദഗ്ധർ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. ഫോറൻസിക് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡോക്ടർമാരുണ്ട്, സയന്റിഫിക് ഓഫീസർമാരുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഒരു പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ട പോസ്റ്റ്മോർട്ടം നടപടികൾ. ഈ പോസ്റ്റ്മോർട്ടത്തിൽ പ്രധാനമായും ഇവർ പരിശോധിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് അദ്ദേഹം തനിയെ എഴുന്നേറ്റ് നടന്നുപോയി ഈ സമാധിയിലിരുന്ന് മരിച്ചുവെന്നാണ്. അതിനുശേഷം ഇവർ പൂജകളൊക്കെ ചെയ്തതിനു ശേഷം ഇത് സ്ലാബിട്ട് മൂടിയെന്നാണ്. അജീഷ്, ഇതേ സ്ഥലത്താണോ അദ്ദേഹം സമാധിക്കായി തിരഞ്ഞെടുത്തിരുന്നത്? അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത സ്ഥലം എന്നതാണോ കുടുംബത്തിന്റെ ന്യായീകരണം? വ്യക്തമായില്ല, ചോദ്യം വ്യക്തമായില്ല. അതായത് അദ്ദേഹം തന്നെ ഇവിടേക്ക് എത്തി, ഇപ്പോൾ ഈ സമാധി ഇരിക്കുന്ന സ്ഥലം അത് അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് അത് മാറ്റാനാകില്ല എന്നുള്ളതാണല്ലോ അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിന് പുറത്ത് പിന്നീട് ഇവർ ഈ കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതാണോ കുടുംബം വാദിക്കുന്നത്? അതായത് ഈ കുടുംബം പറയുന്നത്, അതായത് ഈ വ്യാഴാഴ്ച രാവിലെ 10:30 അതിന് മുന്നോടിയായിട്ട് ഈ സഗോപൻ സ്വാമി പറഞ്ഞത് തനിക്ക് സമാധി ഇരിക്കാൻ സമയമായി, അതുകൊണ്ട് തന്നെ താൻ സമാധി ഇരിക്കുന്ന സമയത്ത് മറ്റാരും അറിയാൻ പാടില്ല, സമാധി ആയതിനു ശേഷം മാത്രമേ നാട്ടുകാരെ ഇറക്കം അറിയിക്കാൻ പാടുള്ളൂ എന്നാണ് മകനോട് പറഞ്ഞത്. ഇളയ മകൻ രാജസേനനോടാണ് പറഞ്ഞത്. ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് ഈ രാജസേനൻ. അങ്ങനെ വ്യാഴാഴ്ച രാവിലെ 10:30 ഇദ്ദേഹം എഴുന്നേറ്റ് നടന്നു പോയി ഇവിടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഒരു ശിലയെന്നൊക്കെയാണ് പറയുന്നത്. ഈ ശില ഉണ്ടായിരുന്ന ഈ സ്ഥലത്തേക്ക് വന്നിരുന്നു. അവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സമാധിയായെന്നാണ്, ആ ഒരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്, സമാധിയായെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവർ മൂത്ത മകനെ വിളിച്ചു വരുത്തി. അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഈ സമാധിയായെന്നാണ് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന് പല അവ്യക്തതകളുണ്ട്. അതുകൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുന്നത്.